ശ്രീ എം വിജിൽ. സർ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകളും നൈപുണ്യ വികസനവും സംരംഭത്വവും എന്നിവ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം അത് ഒരു അനിവാര്യമായ തലങ്ങളിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ച് സർക്കാർ ആലോചന നടത്തുന്നുണ്ട്. യെസ് മിനിസ്റ്റർ. എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കരിക്കുലം പുതുക്കിയിട്ടുള്ളത്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പഠിക്കാൻ അവസരം ലഭിക്കുന്നത് പോലെ അതുപോലെ അവരുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ സർഗാത്മകമായി സാക്ഷാത്കരിക്കുന്ന വിധത്തിലൊക്കെ തന്നെ കരിക്കുലം ഫ്രെയിംവർക്ക് പുതുക്കി പണിതിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗവേഷണാത്മകതയും തൊഴിലന്വേഷകരെ സഹായിക്കാൻ കഴിയുന്ന തൊഴിൽ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുമൊക്കെയാണ് കരിക്കുലം പരിഷ്കരിച്ചിട്ടുള്ളത്. സംരംഭങ്ങൾ വ്യാപകമായി ആരംഭിക്കുന്നതിന് ക്യാമ്പസ് തലത്തിൽ തന്നെ വലിയ പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുകയാണ്. അതുമായിട്ട് ലിങ്ക് ചെയ്യാവുന്ന വിധത്തിലാണ് ഇൻഡസ്ട്രി അക്കാദമി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാവുന്ന നിലയിൽ കൂടി ഈ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഗവേഷണപരമായ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത നികത്തുന്ന തരത്തിലുള്ള ഒട്ടേറെ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കരിക്കുലത്തിലും അതൊക്കെ തന്നെ ഉൾച്ചേരുന്നുണ്ട്.